സുഹൃത്തുക്കളത് ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് കാറ് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് കൊടുത്തതിന് ശേഷമുള്ള നമുക്കുള്ള അനുഭവമാണിത്. ഇതിൻ്റെ ഈ കാർ ഒരു സ്ഥലത്ത് പെയിൻറ്റിങ്ങിന് കൊടുത്തത് നമ്മുടെ നാട്ടിൽ തന്നെ വൈലത്തൂർ. അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഏതോ ഒരു വണ്ടി സ്റ്റാർട്ടാവാതായപ്പോൾ ഇതിൻ്റെ ബാറ്ററി എടുത്തുകൊണ്ട് ആ വണ്ടിക്ക് വെച്ച് നമ്മളോട് ഇപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാനിതുപോലെ പോയി നിങ്ങാണ്ട് ഇങ്ങനെ വണ്ടിയുടെ പണി എന്ത് കഴിഞ്ഞിക്കണോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഇതിങ്ങനെ തുറന്ന് എടുക്കണതും വേറൊരു ബാറ്ററി ഇതിൽ ഇരിക്കണതും കണ്ടു. അപ്പോഴാണ് നമ്മളത് അറിയണത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം ഇങ്ങനെ എടുത്ത് വെച്ചാണ്. ജമ്പർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയുടെ ബാറ്ററി എടുത്തുകൊണ്ട് നമ്മളോട് ചോദിക്കാതെ വേറൊരു വണ്ടിക്ക് വെക്കുമ്പോഴുള്ളൊരു അവസ്ഥ എന്തായിരിക്കും ഓരോരുത്തരെ. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയും വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഓരോരോ ചോദിക്കാതെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സർവീസ് സെൻ്ററുകൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക. പിന്നെ നമുക്കത് പണി വരും. നമ്മൾ പെട്ടെന്നാണ് ഈ കാര്യം ഒരു അമ്പ് ചാടുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഓഫായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും വിശ്വാസമുള്ളവർക്ക് വണ്ടി സർവീസിന് കൊടുക്കുക. ഞാൻ ഏത് വർക്ക്ഷോപ്പാണെന്നൊന്നും പറയുന്നില്ല. വർക്ക്ഷോപ്പുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് അവർക്കൊരു പ്രയാസമാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ മാറ്റം വരുത്തട്ടെ. നമ്മളത് പറഞ്ഞിട്ട് അവരുടെ ജീവിതം വഴിമുട്ടണ്ടല്ലോ.